സമയം കൊണ്ട് പ്രസിദ്ധയായ വിശുദ്ധ. വിശുദ്ധ ഏവുപ്രാസ കേരളത്തിൽ ജനിച്ചു വളർന്ന വിശുദ്ധ. പ്രാർത്ഥനാ മാതാവ് എന്ന പേരിൽ പ്രസിദ്ധയാണ്. വിശുദ്ധ ക്ലാര വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ പ്രബോധനമനുസരിച്ച് പരിപൂർണ ദരിദ്ര ജീവിതം നയിച്ച ആദ്യത്തെ സന്യസ്ത. വിശുദ്ധ മറിയം ത്രേസ്യ കുടുംബങ്ങളുടെ മധ്യസ്ഥയാണ്. വിശുദ്ധ തോമസ് ഭാരതത്തിൽ വിശ്വാസ വെളിച്ചം പകർന്ന വിശുദ്ധൻ. വിശുദ്ധ അന്തോണീസ് പാതുവായിലെ വിശുദ്ധ ആന്റണി കാണാതായ വസ്തുക്കളുടെ വിശുദ്ധൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. വിശുദ്ധ കാർലോ അക്യൂറ്റിസ് ഒരു ഇറ്റാലിയൻ കത്തോലിക്ക കൗമാരക്കാരനായിരുന്നു. ദിവ്യകാരുണ്യത്തോടുള്ള ഭക്തിയും കത്തോലിക്ക ഭക്തിയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് അത്ഭുതങ്ങളെ ലോകമെമ്പാടുമുള്ളവർക്കായി ഡിജിറ്റലായി അവതരിപ്പിച്ച യുവാവായ വിശുദ്ധൻ. വിശുദ്ധ പിയർ ജിയോർജിയ ഫ്രാസ്റ്റി വിൻസെന്റ് പോൾ സംഘടനയിലൂടെയാണ് വിശുദ്ധിയിലേക്ക് അടുത്തത്. യുവജനങ്ങൾക്ക് മാതൃകയായി സാമൂഹിക സേവനങ്ങളിലും ക്രൈസ്തവ ജീവിതത്തിലും സമർപ്പിതനായി ജീവിച്ച വിശുദ്ധൻ. വിശുദ്ധ കൊച്ചു ത്രേസ്യ ലീസുവിലെ ചെറുപുഷ്പം എന്ന പേരിൽ അറിയപ്പെടുന്ന വിശുദ്ധ ഫ്രഞ്ച് കർമ്മലീത്ത സന്യാസിനിയാണ്. വിശുദ്ധ അൽഫോൺസ ഭാരതത്തിൽ നിന്ന് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ആദ്യ വനിത. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി വനിതയും അൽഫോൺസാമയാണ്. വിശുദ്ധ മദർ തെരേസ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച വിശുദ്ധ. സമാധാനത്തിനുള്ള നോബൽ സമ്മാനവും ഭാരതരത്ന അവാർഡും കരസ്ഥമാക്കി. ആവിലായിലെ വിശുദ്ധ ത്രേസ്യ മാലാഖിയെ പോൽ പരിശുദ്ധയായ കന്യക എന്ന വിശേഷണത്തോടു കൂടിയാണ് സഭ ആദരിക്കുന്നത്. ആത്മീയ ഗ്രന്ഥങ്ങൾ കൊണ്ട് ലോകമെമ്പാടും പ്രസിദ്ധയാണ്. വിശുദ്ധ ഡോൺ ബോസ്കോ ദരിദ്ര ബാലന്മാരെ വിദ്യാഭ്യാസവും ആത്മീയ പരിശീലനവും നൽകി വളർത്തി യുവജനങ്ങളുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന വിശുദ്ധൻ. വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഫ്രാൻസിസ്കൻ സന്യാസ സഭയുടെ സ്ഥാപകനും രണ്ടാം ക്രിസ്തുവും എന്ന് അറിയപ്പെടുന്ന വിശുദ്ധനുമാണ്. വിശുദ്ധ ജെറാൾഡ് മജില്ല ദൈവഭക്തിയുടെയും വിനയത്തിന്റെയും മാതൃക.
വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ, ഈശോ സഭയുടെ സ്ഥാപകനും ഏഷ്യൻ രാജ്യങ്ങളിൽ സുവിശേഷം പ്രഘോഷിച്ച മിഷണറിയും.